അന്ന് പാടി NC ശേഖർ പുരസ്കാരത്തിന്റെ 5ാമത് വർഷമാണ് ഇന്ന്. സാംസ്കാരിക കലാരംഗത്തുള്ള ആളുകളെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കെ രാഘവൻ മാസ്റ്ററെ ഈ പുരസ്കാര സമർപ്പണത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും കേരളത്തിൽ യുവജന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് അതിൻ്റെ ആദ്യ പതികരായി ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വിവരം അറിഞ്ഞ സന്ദർഭത്തിൽ ബാലരാമപുരത്ത് യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ശക്തിയായ പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വരുമ്പോൾ അന്ന് തിരുവിതാംകൂറിൻ്റെ, തിരുക്കൊച്ചിയുടെ, മലബാറിൻ്റെ ഐക്യകേരളം രൂപമെടുക്കാത്ത പശ്ചാത്തലത്തിൽ വിവിധ മേഖലയിൽ നടന്ന പ്രകടനങ്ങളിൽ, പ്രതിഷേധ പ്രകടനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു ബാലരാമപുരത്ത് നടന്ന സഖാവ് NC ശേഖർ നേതൃത്വം കൊടുത്ത പ്രതിഷേധ പ്രകടനം. സഖാവ് NC ശേഖറിൻ്റെ നാമധേയത്തിലുള്ള പുരസ്കാരം നൽകാനായി എന്നുള്ളത് തീർച്ചയായും അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ സ്മരിക്കുന്നത്. തീർച്ചയായും വളരെയേറെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായി മാറിയ, സമൂഹത്തിൻ്റെ ഒരു ക്രിയമായ എല്ലാവരും, എല്ലാ മേഖലയിലുള്ളവരും പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് ഈ പുരസ്കാരം CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ആഭ്യന്തര ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നൽകുകയാണ്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ചലച്ചിത്ര നാടകഗാന ശാഖയെ പുതിയ സംഗീത രീതിയിലേക്ക് നയിച്ച ശ്രീ കെ രാഘവൻ മാസ്റ്റർ, കേരളത്തിൻ്റെ മഹാനായ പുത്രൻ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലശ്ശേരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിന് നൽകിയ സംഭാവന, അതാണ് സഖാവ് രാഘവൻ മാസ്റ്റർ, ശ്രീ രാഘവൻ മാസ്റ്റർ. സാമൂഹ്യ പ്രതിബദ്ധതയോടെ സാമൂഹ്യ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, ഇന്നും നമുക്ക് പ്രചോദനമാകുന്ന, ആവേശമാകുന്ന ശ്രീ രാഘവൻ മാസ്റ്റർ അത് ഏറ്റുവാങ്ങുകയാണ്. സുഹൃത്തുക്കളെ, 97 വയസ്സ് പൂർത്തിയാക്കിയ രാഘവൻ മാസ്റ്റർക്ക് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടേസ്റ്റിസ് മീഡിയ ക്രിയേഷൻസ് എന്ന ഒരു ചെറിയൊരു കമ്പനിയുടെ സ്നേഹോപഹാരം ഈ ഘട്ടത്തിൽ ഇവിടെ വെച്ച് നിങ്ങളുടെ അനുവാദത്തോടുകൂടെ നൽകുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ NC ശേഖരൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള 2010 പുരസ്കാരത്തിന്
പത്മശ്രീ രാഘവൻ മാസ്റ്റർ തിരഞ്ഞെടുത്തത് നമുക്കെല്ലാം വളരെയധികം ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ്. എനിക്ക് മന്ത്രിയായതിനു ശേഷം പത്മശ്രീ പുരസ്കാരത്തിനു വേണ്ടി ഒരു കേസ് മാത്രമേ ഞാൻ കേന്ദ്രത്തിനോട് പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുള്ളൂ. അത് രാഘവൻ മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് അത് കിട്ടി എന്ന കാര്യത്തിലും എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പാടിയ പാട്ടാണ്, രണ്ടാമതും പാടണമെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പാടുകയാണ്. ഇതിലത്തെ വരികൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാട്ടിൻ്റെ ട്യൂണ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, സാഹിത്യം കൂടെ ശ്രദ്ധിക്കണം. ശ്രീമാൻ ചോലൂർ കൃഷ്ണൻകുട്ടി എഴുതിയതാണ് ഈ പാട്ട്. വിഷുവെ പറ്റി എഴുതിയ ഒരു പാട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ പാടിയിട്ടുണ്ടത്. ഒരു വിഷുപ്പാട്ടിൻ്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നുയർന്നു. എന്നും കണിക്കുന്ന പോലെന്നിൽ പൂക്കുന്ന പെൺകിടവേ നിന്നെ കാത്തിരുന്നു. ഒരുപാട് നേരം ഞാൻ കാത്തിരുന്നു, നിന്നെ കാത്തിരുന്നു. ഒരു വിഷു സംക്രമ സന്ധ്യയിൽ നീ എൻ്റെ അരികത്തു വന്നു ചിരിച്ചതെന്തേ? കണിയൊരുക്കാനായി ക്ഷണിച്ചതാണോ എന്നെ? കണിയിലാക്കാനായി വിളിച്ചതാണോ? ഒരു വിഷുപ്പാട്ടിൻ്റെ ഒരു വിഷുപ്പുലരിയിൽ എന്തിനേ നീ ആരുമറിയാതെ എന്നെ വിളിച്ചുണർത്തി? കവിളത്ത് കൈനീട്ടം കിട്ടുവാനോ എൻ്റെ അധരത്തിൽ നിൻ കടം വീട്ടുവാനോ? ഒരു വിഷുപ്പാട്ടിൻ്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നുയർന്നു. എന്നും കണിക്കുന്ന പോലെന്നിൽ പൂക്കുന്ന പങ്കിഴവേ നിന്നെ കാത്തിരുന്നു. ഒരുപാട് നേരം ഞാൻ കാത്തിരുന്നു, നിന്നെ കാത്തിരുന്നു, നിന്നെ കാത്തിരുന്നു. ഇങ്ങനെ ഒരു അവാർഡ് സമ്മാനിച്ചിരിക്കുന്നത് കേരളത്തിലെ വിപ്ലവ പോരാട്ടങ്ങളിൽ, അതിൻ്റെ സമരപഥങ്ങളിൽ വീറുറ്റ അധ്യായം രചിച്ച NC ശേഖരൻ്റെ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതും ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇക്കൊല്ലത്തെ 5ാമത്തെ NC ശേഖർ പുരസ്കാരം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവാൻ സാധിച്ചതിൽ എനിക്ക് അളവറ്റ സന്തോഷമുണ്ട്. അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇങ്ങനെയൊരു പുരസ്കാരം തന്ന് എന്നെ അനുമോദിച്ച ഇതിൻ്റെ സംഘാടകരോട്, പ്രത്യേകിച്ചും ഇടയത്ത് രവിയോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചേർക്കുന്നു.